ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനമായി നോക്കി നിർത്തിയത് ഫെഡറൽ ബാങ്ക് ആസ്ഥാനം ആലുവ, രൂപീകരിച്ച വർഷം 1931, സ്ലോഗൻ അല്ലെങ്കിൽ ടാഗ് ലൈൻ എന്ന് പറയുന്നത് യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ട്ണർ എന്നുള്ള ചോദ്യമാണ് അവസാനമായി നോക്കി നിർത്തിയത്. അപ്പോൾ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം നമ്മുടെ ക്ലാസ്സിലേക്ക്. കരുതൽ ധന അനുപാതം, ക്യാഷ് റിസർവ് റേഷ്യോ. വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിലനിർത്തുന്നതിനെയാണ് കരുതൽ ധന അനുപാതം അല്ലെങ്കിൽ CRR എന്ന് പറയുന്നത്. റിപ്പോ റേറ്റ് എന്താ നോക്കാം. ഫണ്ടുകളുടെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഫണ്ടിന്റെ പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താന്ന് നോക്കാം. രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം സ്വീകരിക്കുന്ന രീതിയാണിത്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ബാങ്കുകൾ മൂലധനത്തിന്റെ ഒരു ഭാഗം സർക്കാർ ബോണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് എന്നീ രീതിയിൽ സൂക്ഷിക്കുന്നതിനെയാണ് SLR എന്നറിയപ്പെടുന്നത്. ബേസ് റേറ്റ്. വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്കാണ് ബേസ് റേറ്റ്. ബാങ്ക് റേറ്റ്. ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്ക്. നാണയങ്ങൾ എന്താ നോക്കാം. നാണയങ്ങളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ്. ഇന്ത്യയിൽ ആദ്യകാലത്ത് നിലവിലിരുന്ന നാണയങ്ങളാണ് പഞ്ച് മാർക്ക് നാണയങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി 1 രൂപ നാണയം ഇറങ്ങിയത് 1962. 1 രൂപ നാണയം നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഫെറാറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം ഇന്ത്യ നാണയം പുറത്തിറക്കിയ വർഷം 1964. ഇന്ത്യയിൽ പുറത്തിറക്കിയ ഏറ്റവും മൂല്യമുള്ള നാണയം 1000 രൂപ നാണയം. ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച് 1000 വർഷം പൂർത്തിയാകുന്നത് പ്രമാണിച്ച് പുറത്തിറക്കിയ നാണയമാണിത്. ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ഏക വിദേശി ലൂയി ബ്രെയ്ലി. ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു 5 രൂപയിലാണ്. ഇന്ത്യൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയ വനിത അൽഫോൺസാമ്മ 5 രൂപയിൽ. ഇന്ത്യയിൽ ആദ്യമായി നികുതി വകുപ്പ് പുറത്തിറക്കിയ 150 രൂപ നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് ചാണക്യൻ, താമര, തേനീച്ച. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പിൻവാങ്ങിയതിന്റെ സ്മരണാർത്ഥം പീസ്, പ്രോസ്പെറിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഓൾ നേഷൻസ് എന്ന മുദ്രണത്തോടുകൂടി ബ്രിട്ടൻ പുറത്തിറക്കിയ നാണയമാണ് 50 പെൻസ്. കൂട്ടുകാരെ, തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നോക്കി ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ് KL01 വേൾഡ് ഓഫ് നോളജ്. ബൈ.